എല്ലാവർക്കും നമസ്കാരം. സ്വദേശ് മെഗാ ക്വിസ് ബുധനാഴ്ച നടക്കുകയാണ്. അപ്പോൾ എല്ലാവരും അതിനായിട്ട് പ്രിപ്പയർ ചെയ്യുകയായിരിക്കും. അപ്പോൾ കഴിഞ്ഞ വർഷം സ്വദേശ് മെഗാ ക്വിസ് സ്കൂൾ തലത്തിൽ ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നൽകുന്നത്. ഏത് തരത്തിലുള്ള ചോദ്യങ്ങളാണ് വരുന്നതെന്ന് അറിയാൻ അത് വളരെയധികം പ്രയോജനം ചെയ്യും. മാത്രമല്ല ചില ചോദ്യങ്ങളെങ്കിലും റിപ്പീറ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പോൾ ഒരിക്കലും ഈ വീഡിയോ വിട്ടുകളയരുത്. നിങ്ങൾക്ക് ഒന്നാം സ്ഥാനത്തെത്താൻ ഈ വീഡിയോ വളരെയധികം പ്രയോജനം ചെയ്യും. അപ്പോൾ ആദ്യത്തെ ചോദ്യം, 1938 കോൺഗ്രസ് സമ്മേളനം അംഗീകരിച്ച ഗാന്ധിജിയുടെ അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതിയുടെ പേരെന്ത്? ഉത്തരം വാർധാ പദ്ധതി അഥവാ നെയ് താലീം. 1938 കോൺഗ്രസ് സമ്മേളനമാണ് ഗാന്ധിജിയുടെ അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതിയായ വാർധാ പദ്ധതിയെ അംഗീകരിച്ചത്. അടുത്ത ചോദ്യം, ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവ് ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവ്. അടുത്ത ചോദ്യം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം JB കൃപലാനി. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്നു JB കൃപലാനി. അടുത്ത ചോദ്യം, ഗാന്ധിജി കോൺഗ്രസിന്റെ അധ്യക്ഷനായ വർഷം? ഉത്തരം 1924. അടുത്ത ചോദ്യം, വല്ലഭായ് പട്ടേലിനെ സർദാർ എന്ന് ആദ്യമായി വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം ഗാന്ധിജി. വല്ലഭായ് പട്ടേൽ എന്നുള്ള അദ്ദേഹത്തെ സർദാർ എന്ന് പേര് നൽകി ആദ്യമായി വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. അടുത്ത ചോദ്യം, വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ വിവരങ്ങൾ അടങ്ങിയ രേഖ? ഉത്തരം റെഡ് ഡാറ്റ ബുക്ക്. IUCN നിർമ്മിക്കുന്ന റെഡ് ഡാറ്റ ബുക്കാണ് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത ചോദ്യം, രാത്രിമഴ ചുമ്മാതെ ഇത് ആരുടെ വരികളാണ്? ഉത്തരം സുഗതകുമാരി. സുഗതകുമാരിയുടെ രാത്രിമഴ എന്ന കവിതയിലെ വരികളാണ് ഇത്. അടുത്ത ചോദ്യം, ദേശബന്ധു എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനി? ഉത്തരം സിയ ദാസ്. അടുത്തത്, ഏറ്റവും കൂടുതൽ തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ വ്യക്തി? ഉത്തരം ജവഹർലാൽ നെഹ്റു. അടുത്ത ചോദ്യം, 2025 ലോക പരിസ്ഥിതി ദിനത്തിന്റെ മുദ്രാവാക്യം? ഉത്തരം ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ, പ്ലാസ്റ്റിക് മാലിന്യം കുറയ്ക്കുക അഥവാ ഇല്ലാതാക്കുക. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യ സമരത്തിന്റെ ക്ലൈമാക്സ് എന്നറിയപ്പെടുന്ന സമരം ഏത്? ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം. സ്വാതന്ത്ര്യ സമരത്തിന്റെ ക്ലൈമാക്സ് എന്നറിയപ്പെടുന്ന സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. അടുത്ത ചോദ്യം, നെഹ്റു ആദ്യമായി കിസാൻ മാർച്ച് സംഘടിപ്പിച്ചത് എവിടെയാണ്? ഉത്തരം പ്രതാപ്ഗർ. പ്രതാപ്ഗറിൽ വെച്ചാണ് നെഹ്റു ആദ്യമായി കിസാൻ മാർച്ച് സംഘടിപ്പിച്ചത്. ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ എഴുതിയത് ആര്? ഉത്തരം സുബ്ബറാവു. വൈദ്യമാരി വെങ്കട സുബ്ബറാവുവാണ് ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ എഴുതിയത്. അടുത്ത ചോദ്യം, 2025 ICC ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യന്മാർ ആര്? ഉത്തരം ദക്ഷിണാഫ്രിക്ക. ഇത് 2025 ചോദിച്ചതാണ്. ഈ വർഷമാണെങ്കിൽ 2026 നടന്നത് T20 ലോകകപ്പ് ക്രിക്കറ്റാണ്. അതിൽ ചാമ്പ്യന്മാരായത് ഇന്ത്യയാണ്. അതുപോലെ തന്നെ 2026 നടന്ന ഫിഫ ഫുട്ബോൾ ലോകകപ്പിൽ ചാമ്പ്യന്മാരായ രാജ്യം എന്ന് പറയുന്നത് സ്പെയിനാണ്. അത് ശ്രദ്ധിക്കുക, പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഐറിഷ് വനിത ആര്? ഉത്തരം ആനി ബസന്റ്. ആനി ബസന്റ് ആണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഐറിഷ് വനിത. അയർലൻഡുകാരിയായതാണ് ആനി ബസന്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് കൂടിയായിരുന്നു ആനി ബസന്റ്. അടുത്ത ചോദ്യം, 2025 കേരള സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ച കൃതി? ഉത്തരം റാം കെയർ ഓഫ് ആനന്ദി. അഖിൽ P ധർമ്മജൻ എഴുതിയ റാം കെയർ ഓഫ് ആനന്ദിക്കാണ് 2025 കേരള സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. അടുത്ത ചോദ്യം, വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? ഉത്തരം അരവിന്ദ ഘോഷ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിൽ നിന്നെടുത്ത വന്ദേ മാതരം, അതായത് ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അരവിന്ദ ഘോഷ്. അടുത്ത ചോദ്യം, ഓപ്പറേഷൻ സിന്ദൂറിന് വഴിവെച്ച പഹൽഗാം ഭീകരാക്രമണം നടന്നത് എന്ന്? ഉത്തരം 2025 ഏപ്രിൽ 22 പഹൽഗാം ഭീകരാക്രമണം നടന്നത്. അടുത്ത ചോദ്യം,
1857 കലാപത്തിൽ കാൺപൂരിലെ വിപ്ലവ നേതാവ് ആര്? ഉത്തരം നാനാ സാഹിബ്. 1857 കലാപത്തിലെ കാൺപൂരിലെ വിപ്ലവ നേതാവാണ് നാനാ സാഹിബ്. അടുത്ത ചോദ്യം, ശുഭാംശു ശുക്ല ഉൾപ്പെട്ട ബഹിരാകാശ ദൗത്യ സംഘത്തിന്റെ പേര്? ഉത്തരം ആക്സിയം 4. ഇന്ത്യയിൽ നിന്ന് ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന ഖ്യാതി നേടിയ ആളാണ് ശുഭാംശു ശുക്ല. അദ്ദേഹം ഉൾപ്പെട്ട ബഹിരാകാശ ദൗത്യ സംഘത്തിന്റെ പേരാണ് ആക്സിയം 4. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ ഹരിജനോദ്ധാരണ യാത്ര അവസാനിച്ചത് എവിടെ? ഉത്തരം വാരണാസി. ഉത്തർപ്രദേശിലെ വാരണാസിയിലാണ് ഗാന്ധിജിയുടെ ഹരിജനോദ്ധാരണ യാത്ര അവസാനിച്ചത്. അടുത്ത ചോദ്യം, വളരെയധികം വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ വിധിയുമായി ഒരു കൂടിക്കാഴ്ചയ്ക്കുള്ള കരാർ ഉണ്ടാക്കിയിരുന്നു. 1947 ഓഗസ്റ്റ് 14 രാത്രിയിലെ ഒരു പ്രസ്താവനയാണിത്. ആരുടേതാണ് ഈ പ്രസ്താവന? ഉത്തരം ജവഹർലാൽ നെഹ്റു. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ അറസ്റ്റിനു ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? ഉത്തരം അബ്ബാസ് ത്യാബ്ജി. അടുത്ത ചോദ്യം, ഔദ്യോഗികമായി വൃക്ഷം, ജീവി, പക്ഷി, ചെടി എന്നിവയെ പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല? ഉത്തരം കാസർഗോഡ്. കാസർഗോഡ് ജില്ലയാണ് ഇന്ത്യയിലെ തന്നെ ആദ്യമായി ഔദ്യോഗിക വൃക്ഷം, ജീവി, പക്ഷി, ചെടി എന്നിവയെ പ്രഖ്യാപിച്ചത്. വൃക്ഷമായി കാഞ്ഞിരം, ജീവി പാലപ്പൂവൻ ആമ, പക്ഷി എന്ന് പറയുന്നത് വെള്ളവരയൻ കടൽ പരുന്ത്, ചെടി പെരിയ പോളിത്വാളി. അടുത്ത ചോദ്യം, കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം ജവഹർലാൽ നെഹ്റു. അടുത്ത ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവിസ്മരണീയ ഏടുകളിലൊന്നാണ് ദണ്ഡിയാത്ര. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ദണ്ഡിയാത്ര ആരംഭിച്ചത് എന്നായിരുന്നു? 1930 മാർച്ച് 12. അടുത്ത ചോദ്യം, മലബാർ കലാപം എന്ന കൃതി രചിച്ചത് ആര്? ഉത്തരം കെ മാധവൻ നായർ. അടുത്ത ചോദ്യം, ഋതുരാജൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോർ ഋതുരാജൻ എന്നാണ് നെഹ്റുവിനെ വിശേഷിപ്പിച്ചതെങ്കിൽ മഹാത്മാ എന്നാണ് ഗാന്ധിജിയെ വിശേഷിപ്പെടുത്ത. ചോദ്യം, 2009 പാസാക്കിയ വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്നത് എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ്? ഉത്തരം 6 മുതൽ 14 വയസ്സ് വരെ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ഉത്തരം സരോജിനി നായിഡു. ഇന്ത്യയുടെ വാനമ്പാടി എന്നാണ് സരോജിനി നായിഡു അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, 2025 പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ ലോക 1-ാം നമ്പർ റാങ്കിൽ തിരിച്ചെത്തിയ ഇന്ത്യൻ കായിക താരം ആര്? ഉത്തരം നീരജ് ചോപ്ര. അടുത്ത ചോദ്യം, ബർദോളി സത്യാഗ്രഹം നടന്ന വർഷം? 1928 ബർദോളി സത്യാഗ്രഹം നടന്നത്. അടുത്ത ചോദ്യം, ഭാരതരത്നം ലഭിച്ച ആദ്യ വനിത ആര്? ഉത്തരം ഇന്ദിരാഗാന്ധി. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പരമോന്നത ബഹുമതിയാണ് ഭാരതരത്നം. അത് ലഭിച്ച ആദ്യ വനിതയാണ് ഇന്ദിരാഗാന്ധി. 1971 ഇന്ദിരാഗാന്ധിക്ക് ഭാരതരത്നം ലഭിച്ചത്. അടുത്ത ചോദ്യം, ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് രവീന്ദ്രനാഥ ടാഗോർ സർ പദവി ഉപേക്ഷിച്ചത്? ഉത്തരം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. 1919 പഞ്ചാബിലെ അമൃത്സറിൽ നടന്ന ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചാണ് രവീന്ദ്രനാഥ ടാഗോർ സർ പദവി ഉപേക്ഷിച്ചത്. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ റിയൽ ടൈം പേയ്മെന്റ് സംവിധാനത്തിന്റെ പേരെന്ത്? ഉത്തരം UPI. ലോകത്തിലെ ഏറ്റവും വലിയ റിയൽ ടൈം പേയ്മെന്റ് സംവിധാനത്തിന്റെ പേരാണ് UPI. അടുത്ത ചോദ്യം, ചോർച്ചാ സിദ്ധാന്തത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ദാദാഭായ് നവറോജിയുടെ പുസ്തകം ഏത്? ഉത്തരം പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ചോർച്ചാ സിദ്ധാന്തത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ദാദാഭായ് നവറോജിയുടെ പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമം നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം മൻമോഹൻ സിംഗ്. ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് 2005 വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി. അടുത്ത ചോദ്യം, രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ഉത്തരം ഭഗത് സിംഗ്. ഭഗത് സിംഗിനെയാണ് രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്ന് അറിയപ്പെട്ടിരുന്നത്. അടുത്ത ചോദ്യം, ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് ഏത് രാജ്യത്താണ്? ഉത്തരം മെക്സിക്കോ. നോർമൻ ബോർലോഗിൻ്റെ
നേതൃത്വത്തിൽ മെക്സിക്കോയിലാണ് ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത്. അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ നിഷ്ഠൂരതയുടെ തെളിവാണിത്. മനുഷ്യാവകാശങ്ങളുടെ സമ്പൂർണ്ണ ലംഘനവും. കേരളത്തിൽ നടന്ന ഏത് സംഭവത്തെക്കുറിച്ചാണ് ഗാന്ധിജി ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്? ഉത്തരം, വാഗൺ ട്രാജഡി. അടുത്ത ചോദ്യം, 2015 ഡിസംബർ 5 വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയുടെ ശിലാസ്ഥാപനം നടത്തിയ കേരള മുഖ്യമന്ത്രി ആരായിരുന്നു? ഉത്തരം, ഉമ്മൻ ചാണ്ടി. അടുത്ത ചോദ്യം, രണ്ടാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം ഏത്? ഉത്തരം, 1931. അടുത്ത ചോദ്യം, ശുഭാംശു ശുക്ല ഉൾപ്പെട്ട ആക്സിയം 4 എന്ന ബഹിരാകാശ ദൗത്യ സംഘത്തിന്റെ പേടകം വിക്ഷേപിച്ച സ്ഥലം ഏത്? ഉത്തരം, കെന്നഡി സ്പേസ് സെന്റർ, അമേരിക്ക. അമേരിക്കയിലെ കെന്നഡി സ്പേസ് സെന്ററിലാണ് ശുഭാംശു ശുക്ല ഉൾപ്പെട്ട ആക്സിയം 4 എന്ന ബഹിരാകാശ ദൗത്യ സംഘത്തിന്റെ പേടകം വിക്ഷേപിച്ചത്. അടുത്ത ചോദ്യം, ബക്രാനങ്കൽ, ഹിരാക്കുഡ് എന്നീ അണക്കെട്ടുകൾ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപാദനത്തിലും ജലസേചനത്തിലും വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന് അണക്കെട്ടുകളെ ആധുനിക ഇന്ത്യയുടെ ക്ഷേത്രങ്ങൾ എന്ന് വിശേഷിപ്പിച്ച ഭരണാധികാരി ആരായിരുന്നു? ഉത്തരം, ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവാണ് അണക്കെട്ടുകളെ ആധുനിക ഇന്ത്യയുടെ ക്ഷേത്രങ്ങൾ എന്ന് വിശേഷിപ്പിച്ചത്. അടുത്ത ചോദ്യം, ഗാന്ധിജിയെക്കുറിച്ച് അക്കിത്തം രചിച്ച മഹാകാവ്യം ഏത്? ഉത്തരം, ധർമ്മസൂര്യൻ. ഗാന്ധിജിയെക്കുറിച്ച് അക്കിത്തം രചിച്ച മഹാകാവ്യമാണ് ധർമ്മസൂര്യൻ. അടുത്ത ചോദ്യം, ദില്ലി ചലോ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആര്? ഉത്തരം, സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസാണ് ദില്ലി ചലോ എന്ന മുദ്രാവാക്യം ഉയർത്തിയത്. അടുത്ത ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തിന് തുടക്കം കുറിച്ച വർഷം ഏത്? ഉത്തരം, 1924 വൈക്കം സത്യാഗ്രഹത്തിന് തുടക്കം കുറിച്ചത്. അടുത്ത ചോദ്യം, വേൾഡ് വൈഡ് വെബിൻ്റെ ഉപജ്ഞാതാവ് ആര്? ടിം ബെർണേഴ്സ്-ലീ. WWW എന്ന വേൾഡ് വൈഡ് വെബിൻ്റെ ഉപജ്ഞാതാവാണ് ടിം ബെർണേഴ്സ്-ലീ. അടുത്ത ചോദ്യം, ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം, ഗാന്ധിജി. ഗാന്ധിജിയാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത്. അടുത്ത ചോദ്യം, റിച്ചാർഡ് ആറ്റൻബറോ സംവിധാനം ചെയ്ത ഗാന്ധി ചിത്രത്തിൽ ഗാന്ധിജിയുടെ വേഷമിട്ട നടൻ ആരാണ്? ഉത്തരം, ബെൻ കിങ്സ്ലി. ബെൻ കിങ്സ്ലിയാണ് റിച്ചാർഡ് ആറ്റൻബറോ സംവിധാനം ചെയ്ത ഗാന്ധി ചിത്രത്തിൽ ഗാന്ധിജിയുടെ വേഷമിട്ട നടൻ. അടുത്ത ചോദ്യം, ഗാന്ധിജിയും നെഹ്റുവും ഒന്നിച്ച് ആദ്യമായി പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം? ഉത്തരം, 1916. ഗാന്ധിജിയും നെഹ്റുവും ഒന്നിച്ച് ആദ്യമായി പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷമാണ് 1916. അടുത്ത ചോദ്യം, മനുഷ്യന് ഒരു ആമുഖം എന്ന കൃതിയുടെ രചയിതാവ് ആര്? ഉത്തരം, സുഭാഷ് ചന്ദ്രൻ. മനുഷ്യന് ഒരു ആമുഖം എന്ന കൃതിയുടെ രചയിതാവാണ് സുഭാഷ് ചന്ദ്രൻ. അടുത്ത ചോദ്യം, കേരള സുഭാഷ് ചന്ദ്രബോസ് എന്ന് അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ഉത്തരം, മുഹമ്മദ് അബ്ദുറഹ്മാൻ. കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് മുഹമ്മദ് അബ്ദുറഹ്മാൻ. ഗാന്ധിയും ഗോഡ്സെയും എന്ന കവിത എഴുതിയത് ആര്? ഉത്തരം, NV കൃഷ്ണവാര്യർ. ഗാന്ധിജിയും ഗോഡ്സെയും എന്ന കവിത എഴുതിയതാണ് NV കൃഷ്ണവാര്യർ. അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് ഗവൺമെൻറ് വിചാരണ കൂടാതെ ജനങ്ങളെ തടവിലാക്കുന്നതിനുള്ള അധികാരം കിട്ടിയത് ഏത് ആക്ട് പ്രകാരമായിരുന്നു? ഉത്തരം, റൗലറ്റ് ആക്ട്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് വിചാരണ കൂടാതെ ജനങ്ങളെ തടവിലാക്കുന്നതിനുള്ള അധികാരം കിട്ടിയ ആക്ടാണ് റൗലറ്റ് ആക്ട്. അടുത്ത ചോദ്യം, 2025 IPL ചാമ്പ്യന്മാർ ആരായിരുന്നു? ഉത്തരം, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു. 2025 2026 റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവാണ് IPL ചാമ്പ്യന്മാർ. അടുത്ത ചോദ്യം, ബാലഗംഗാധര തിലകനും ഗോപാലകൃഷ്ണ ഗോഖലെയും ആദ്യമായി ഒരുമിച്ച് പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷമേത്? ഉത്തരം, 1889 ബോംബെ സമ്മേളനത്തിലാണ് ബാലഗംഗാധര തിലകനും ഗോപാലകൃഷ്ണ ഗോഖലെയും ആദ്യമായി ഒരുമിച്ച് പങ്കെടുത്തത്. അടുത്ത ചോദ്യം, ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യം ഉയർത്തിയ പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം, ഇന്ദിരാഗാന്ധി.
ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധിയുടെ മുദ്രാവാക്യമായിരുന്നു ഗരീബി ഹഠാവോ. അടുത്ത ചോദ്യം, ഭൂവർ യുദ്ധത്തിൽ ആംബുലൻസ് യൂണിറ്റ് രൂപീകരിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ഉത്തരം ഗാന്ധിജി. ഗാന്ധിജിയാണ് ഭൂവർ യുദ്ധത്തിൽ ആംബുലൻസ് യൂണിറ്റ് രൂപീകരിച്ചത്. അടുത്ത ചോദ്യം, നീലവിപ്ലവം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം മത്സ്യം. നീലവിപ്ലവം മത്സ്യവുമായി ബന്ധപ്പെട്ടതാണ്. ധവള വിപ്ലവം പാലുമായി ബന്ധപ്പെട്ടതാണ്. ഷഹീദ് ദ്വീപ് എന്ന് INA ഭടന്മാർ വിളിച്ച ദ്വീപ് ഏത്? ഷഹീദ് ദ്വീപ് എന്ന് INA ഭടന്മാർ വിളിച്ച ദ്വീപാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ്. അടുത്ത ചോദ്യം, ആരെയാണ് 1857 വിപ്ലവകാലത്തെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത്? ഉത്തരം ബഹദൂർ ഷാ രണ്ടാമൻ. 1857 വിപ്ലവകാലത്തെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത് ബഹദൂർ ഷാ രണ്ടാമനെയാണ്. അടുത്ത ചോദ്യം, ഏത് വർഷമാണ് 3-ാം വട്ടമേശ സമ്മേളനം നടന്നത്? ഉത്തരം 1932. അടുത്ത ചോദ്യം, ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏത്? ഉത്തരം ചെന്തുരുണി. കൊല്ലം ജില്ലയിലെ ചെന്തുരുണി വന്യജീവി സങ്കേതമാണ് ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം. അടുത്ത ചോദ്യം, രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ആരെയാണ് ഗാന്ധിജി വിശേഷിപ്പിച്ചത്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസിനെയാണ് രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. അടുത്ത ചോദ്യം, 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ദേശീയ നേതാവ് ആരായിരുന്നു? ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ദേശീയ നേതാവ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ മലയാളി? ഉത്തരം C. ശങ്കരൻ നായർ. C. ശങ്കരൻ നായരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ മലയാളി. അടുത്ത ചോദ്യം, ആക്സിയം 4 ദൗത്യത്തിൻ്റെ ഭാഗമായി ഇന്ത്യക്കാരനായ ശുഭാംശു ശുക്ല ബഹിരാകാശത്ത് എത്തിയ പേടകത്തിൻ്റെ പേര് എന്തായിരുന്നു? ഉത്തരം ഡ്രാഗൺ C-213. ഡ്രാഗൺ C-213 എന്ന ബഹിരാകാശ പേടകത്തിലാണ് ഇന്ത്യക്കാരനായ ശുഭാംശു ശുക്ല ബഹിരാകാശത്ത് എത്തിയത്. അടുത്ത ചോദ്യം, ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷമേത്? ഉത്തരം 1917. അടുത്ത ചോദ്യം, ഗോര എന്ന കൃതി ആരുടെ രചനയാണ്? ഉത്തരം ടാഗോർ. ഇന്ത്യയുടെ ദേശീയഗാന രചയിതാവായ ടാഗോർ തന്നെയാണ് ഗോര എന്ന കൃതിയും രചിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, ഗാന്ധിജി സർവോദയ എന്ന പേരിൽ തർജ്ജമ ചെയ്ത് പ്രസിദ്ധീകരിച്ച പുസ്തകം? ഉത്തരം അൺ ടു ദി ലാസ്റ്റ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ സംയുക്ത സേനാ മേധാവി? ഉത്തരം അനിൽ ചൗഹാൻ. ഇത് 2025 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആ സമയത്തെ സംയുക്ത സേനാ മേധാവിയായിരുന്നു അനിൽ ചൗഹാൻ. ഇപ്പോഴത്തെ ഇന്ത്യയുടെ സംയുക്ത സേനാ മേധാവി എന്ന് പറയുന്നത് ധീരജ് സേത്താണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഫിലോസഫി എന്ന ഗ്രന്ഥം എഴുതിയത് ആര്? ഡോക്ടർ S. രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ 2ാമത്തെ പ്രസിഡന്റായ ഡോക്ടർ S. രാധാകൃഷ്ണനാണ് ഇന്ത്യൻ ഫിലോസഫി എന്ന ഗ്രന്ഥം എഴുതിയത്. അടുത്ത ചോദ്യം, 2025 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഉത്തരം പ്രഭാവർമ്മ. 2025 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മ. അപ്പോൾ ഇത്രയുമാണ് 2025 സ്കൂൾ തലത്തിൽ സ്വദേശ് മെഗാ ക്വിസിന് ചോദിച്ച ചോദ്യങ്ങൾ. അപ്പോൾ എല്ലാവരും ഈ ചോദ്യങ്ങൾ പഠിക്കുകയും അതിനോട് ബന്ധപ്പെടുത്തി വരാവുന്ന ചോദ്യങ്ങൾ കൂടി കണ്ടെത്തി പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനിയും നമുക്ക് സ്വദേശ് മെഗാ ക്വിസിന് അനുയോജ്യമായ ചോദ്യങ്ങൾ ഉൾപ്പെട്ട വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ.